നമ്മളൊരു മെഡിസിൻ കഴിക്കുമ്പോൾ ആ മെഡിസിൻ ഒറിജിനൽ ആണോ ഫേക്ക് ആണോ എന്ന് എങ്ങനെ തിരിച്ചറിയാം, അതിനെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറയുന്നത്. ജനറലി ഡോക്ടർ മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്യുമ്പോൾ നമ്മളത് ഫാർമസിയിൽ പോയി വാങ്ങുന്നു, കഴിക്കുന്നു, നമ്മുടെ അസുഖം ഭേദമാകുന്നു. എന്നാൽ യഥാർത്ഥ പ്രോബ്ലം ഇവിടെയല്ല വരുന്നത്. ചിലപ്പോൾ ആ മെഡിസിൻ ഫേക്ക് ആണെങ്കിൽ നമ്മുടെ അസുഖം മാറുന്നില്ല എന്ന് മാത്രമല്ല, ചിലപ്പോൾ ആ മെഡിസിൻ സൈഡ് എഫക്റ്റും പ്രൊഡ്യൂസ് ചെയ്തേക്കാം. ഈ ഒരു ടൈമിൽ നമ്മുടെ പൈസ വേസ്റ്റ് ആകും, നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫ്, അതുപോലെ ആരോഗ്യത്തെ എല്ലാത്തിനെയും ബാധിക്കുന്നു. ഏകദേശം 20% ഫേക്ക് മെഡിസിനുകൾ ഇന്ന് മാർക്കറ്റിൽ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഫേക്ക് മെഡിസിനുകൾ ബാൻ ചെയ്യേണ്ടത് അത്യാവശ്യമായ ഒരു കാര്യമാണ്. ഈ ഒരു സിറ്റുവേഷൻ ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇന്ത്യൻ ഗവൺമെന്റ് ആഗസ്റ്റ് 2023 മെഡിസിനുകൾക്ക് QR കോഡ് എന്നൊരു സിസ്റ്റം പ്രാബല്യത്തിൽ വരുത്തിയത്. ഇന്ന് മാർക്കറ്റിൽ അധിക സ്ഥലത്തും നമ്മൾ QR കോഡ് കാണാറുണ്ടല്ലോ പേയ്മെന്റ് ചെയ്യുന്നത്, അതായത് ഫോൺ പേ, ഗൂഗിൾ പേ പോലെ. അതുപോലെ തന്നെ മെഡിസിന്റെ പാക്കറ്റിലും QR കോഡ് അവൈലബിൾ ആണ്. ആൾക്കാർ കോമൺലി ആയിട്ട് ഉപയോഗിക്കുന്ന 300 തരം മെഡിസിനുകൾക്കാണ് QR കോഡ് സിസ്റ്റം പ്രാബല്യത്തിൽ വന്നത്. ഫോണിന്റെ ക്യാമറയിൽ ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്ത് അതിന് താഴെ വരുന്ന ലിങ്ക് വഴി ഗൂഗിളിലേക്ക് കയറുകയാണെങ്കിൽ ആ മെഡിസിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും അറിയാൻ പറ്റും. മാനുഫാക്ചർ ഡീറ്റെയിൽ, മാനുഫാക്ചറിങ് ഡേറ്റ്, എക്സ്പയറി ഡേറ്റ്, മെഡിസിന്റെ കണ്ടന്റ്, ഡോസ്, ഇതൊക്കെ ഇതുവഴി അറിയാൻ കഴിയും. ഈ ഒരു നിയമം വഴി മെഡിസിനുകൾ ഫേക്ക് ആണോ ഒറിജിനൽ ആണോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഒരു മെഡിസിൻ ഒറിജിനൽ ആണോ ഫേക്ക് ആണോ എന്നത് അറബിയിൽ എങ്ങനെ ചോദിക്കാൻ നോക്കാം. ഈ ഒരു വീഡിയോയിൽ അറബി ഉൾപ്പെടുത്താൻ ഒരു കാരണമുണ്ട്. ഇന്ന് പല ആൾക്കാരും GCCയിൽ വർക്ക് ചെയ്യുന്നവരുണ്ടാവും. അവർക്ക് ഈ ഒരു ടോപ്പിക്ക് ഉപകാരപ്രദമാകുമെന്ന് കരുതുന്നു. ഹാദ ദവ അസ്ലി ഓ തഖലീദ്. അസ്ലി എന്ന് പറഞ്ഞാൽ ഒറിജിനൽ, തഖലീദ് എന്ന് പറഞ്ഞാൽ ഫേക്ക്. വീഡിയോ ഉപകാരപ്പെടുകയാണെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.